ആരെയാണ് മുത്തുമണി പേടിപ്പിക്കുന്നത്? നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂലേ? നീ എന്നെ കൊന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ നീ മരിക്കൂലേ? നീ ആരെയും ഭയപ്പെടുത്തുന്നത്? മടിയിൽ കനമില്ലാത്തവന് വഴി പേടിക്കേണ്ട കാര്യം എന്താ? ചോദ്യം ചോദിക്കുമ്പം മാന്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുക. ബീഹാറിന്റെ മുത്താണെന്നും ഇവന്റെ കൈവെട്ട് കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും ഇതാണ്. എന്താണ് കൈവെട്ട് കേസിൽ ഉസ്താദിന്റെ നിലപാട്? നിസ്സംശയം ഞാൻ പറയും, ഇസ്ലാമിക വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്ക് കൂടി അങ്ങ് മറുപടി പറയാൻ സന്നദ്ധമാകണം. ഇങ്ങനെ മാത്രം പറഞ്ഞു പോകരുത്. ചോദ്യം ഇതാണ്: രാമൻ എന്ന 3 അക്ഷരം എഴുതാത്ത, ഹെൽമറ്റ് വെക്കാത്തതിന് 500 പെറ്റി അടച്ചിട്ടില്ലാത്ത കാസർഗോഡ് ചുരിയിൽ പള്ളിയിലെ റിയാസ് മൗലവിയെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കഴുത്തറുത്ത് കൊന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ? മദ്രസയിലേക്ക് പോകുന്ന 9 വയസ്സുകാരനായ ഫഹദ് എന്ന് പറയുന്ന പൊന്നുമോനെ കഴുത്തറുത്ത് കൊന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ? മഞ്ചേരിയിലെ കോടതി വളപ്പിലിട്ട് 60 വയസ്സ് പിന്നിട്ട ചിരതക്കുട്ടി എന്ന ആമിനെ കുട്ടിയെ കഴുത്തറുത്ത് കൊന്നത് രാമൻ എന്ന് എഴുതിയതിന്റെ പേരിലാണോ അല്ലേ? എനിക്ക് അതിനുള്ള മറുപടി കിട്ടിയാൽ മാത്രം മതി. 90 വയസ്സ് പിന്നിട്ട, ഇനി ഒരു കായിക ക്രമത്തിന് പാകപ്പെടാത്ത അത്രയും ദുർബലനായ തേവലക്കര അലവി കുഞ്ഞുമോലി 90 വയസ്സ് പിന്നിട്ടു പ്രഭാത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുമ്പോൾ കഴുത്തറുത്ത് കൊന്നത്. മറുപടി പറഞ്ഞാൽ മതി. അത് രാമനെന്നോ കൃഷ്ണനെന്നോ എഴുതിയതിന്റെ പേരിലാണോ? ഇത് തീവ്രവാദമാണോ ഭീകരവാദമാണോ? മറുപടി പറഞ്ഞാൽ മതി. ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമോൻ പെരുന്നാളിന്റെ തലേന്ന് വസ്ത്രം എടുക്കാൻ വേണ്ടി പോയതാ. അദ്ദേഹത്തിന്റെ തലയിൽ കിടന്ന തൊപ്പി കണ്ടതിന്റെ പേരിൽ ട്രെയിനിലിട്ട് തല്ലിക്കൊന്നത് തീവ്രവാദമാണോ ഭീകരവാദമാണോ? അതോ ജുനൈദ് രാമനെന്നോ കൃഷ്ണനെന്നോ 3 അക്ഷരം എഴുതിയതിന്റെ പേരിലാണോ കൊന്നത്? അടുത്ത ചോദ്യം: ഇഷ്ടവിഭവമായ മട്ടൻ കഴിച്ചു, ബീഫ് പോലുമല്ല, അത് കഴിച്ചത് ബീഫാണെന്നറിയാൻ വേണ്ടി വയറു തുറന്നല്ലോ അഖിലാഖിൻ്റെ. തീവ്രവാദമാണോ ഭീകരവാദമാണോ? ഇതൊക്കെ മുസ്ലിമീങ്ങളായതുകൊണ്ട് ഉസ്താദ് വൈകാരികമായി സംസാരിക്കണം. ഓക്കെ, ഡിലീറ്റ്. ഒക്കെ മുസ്ലിങ്ങളെ മാറ്റി. നിരന്തരമായി സംഘപരിവാറിനെതിരെ എഴുതിയ തീപ്പന്തമായിരുന്ന ഗൗരി ലങ്കേഷ്, അവരെ നെഞ്ചാം കൂട് തുളച്ചത് തീവ്രവാദമാണോ ഭീകരവാദമാണോ? കൽബുർഗിയും ഗോവിന്ദ് പൻസാരയും ഇവരെയൊക്കെ കൊലപ്പെടുത്തിയ ആളുകൾ തീവ്രവാദികളാണോ ഭീകരവാദികളാണോ? ഞാനിതിങ്ങനെ ചോദിക്കുമ്പം എന്നെ വരുന്നു തീഹാറിന്റെ മുത്തുമണി, ആരെയാണ് മുത്തുമണി പേടിപ്പിക്കുന്നത്? നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കൂലേ? നീ എന്നെ കൊന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ നീ മരിക്കൂലേ? നീ ആരെയും ഭയപ്പെടുത്തുന്നത്? മടിയിൽ കനമില്ലാത്തവന് വഴി പേടിക്കേണ്ട കാര്യം എന്താ? ചോദ്യം ചോദിക്കുമ്പം മാന്യമായിട്ട് മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയുക. ബീഹാറിന്റെ മുത്താണെന്നും ഇവന്റെ കൈവെട്ട് കേസിലെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നും നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ചാനലിലും ഫോട്ടോ ഇട്ടുകൊണ്ട് ഇപ്പം ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഈ മടിയിൽ കനമില്ലാത്ത ഞാനെന്തിനെ പേടിക്കുന്നത്? ഇന്ന് ഏതെങ്കിലും കമന്റ് ബോക്സിൽ ഏതെങ്കിലും ഹിന്ദു പറയട്ടെ, ഇന്ന് വരെ ഏതെങ്കിലും ഒരുത്തനെ ഞാൻ ഒരു മുള്ളു കൊണ്ട് കുത്തിയിട്ടുണ്ടോ? ഈ 33 വയസ്സിനിടയിൽ അള്ളാഹുവിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഒരുവിധം എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഈ 33 വയസ്സുകൊണ്ട് നീയൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം. നീയൊക്കെ ഈ ബാല്യകാലം മുതൽ മുസ്ലിം എന്ന് ആ ഒരു വൈകാരികതയിൽ ജീവിച്ച് സ്വന്തമായി നന്നായിട്ട് ആഹാരം കഴിക്കാൻ കഴിയാതെ, ഈ കഴിച്ച ആഹാരം ബാത്റൂമിൽ പോയിട്ട് സമാധാനത്തെ ഒന്നും പുറത്തേക്ക് പോലും കളയാൻ വയ്യാതെ ഉരുകിത്തീരുന്നതല്ലേ? ഈ 33 വർഷത്തിൽ ഒരിക്കൽ പോലും ഹിന്ദു എൻ്റെ ശത്രുവാണെന്നോ ക്രിസ്ത്യാനിയാണ് എൻ്റെ ശത്രുവാണെന്നോ വിചാരിച്ചിട്ട് ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ നിമിഷവും അസ്വസ്ഥപ്പെടുന്നില്ല. ഇവരാരും എൻ്റെ ശത്രുവാണെന്ന് വിചാരിക്കുന്നില്ല. അദ്ദേഹം ഞാനിപ്പോൾ അടുത്ത പരിപാടിക്ക് കുളിച്ചൊരുങ്ങി പോവാണ്. ഫുൾ ഹാപ്പി, മാഷാ അല്ലാഹ്. തീഹാറിലേക്ക് പോയാലും ഹാപ്പി, എന്നെ അന്വേഷിച്ചാലും ഹാപ്പി. നിങ്ങൾ അന്വേഷിക്കൂ എൻ്റെ ഭീകരവാദ ഏത് കേസിലാണ് എൻ്റെ ഭീകരവാദ എലമെന്റ് ഉള്ളത് നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ അകത്തിടൂ, ഞാൻ റെഡിയാണ്. കാരണം എന്തുകൊണ്ടാ? ഇനി എന്നെ പിടിച്ചകത്തിട്ടാൽ എൻ്റെ മനസ്സിന്റെ സന്തോഷം എന്നറിയോ? ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ ആക്ഷേപിച്ചെന്ന് വിചാരിക്കുക, ആക്രമിച്ചു വിചാരിക്കുക ഒരു തെറ്റിന്റെ പേരിൽ. നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം റബ്ബേ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്രയും പേടിപ്പിക്കണമെന്ന് വേണ്ട. അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് വന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയുക. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ജോസഫ് മാഷിന്റെ കൊലക്ക് വിലയുണ്ട്, എന്തുകൊണ്ട് റിയാസ് മൗലവിയുടെ തലക്ക് വിലയില്ല? കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവന് ഹൈന്ദവ സഹോദരനായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ആളോട് ചോദിക്കുന്നത്. ഇസ്ലാമായി മുസ്ലിമായതിന്റെ 1 സെക്കൻഡ് നേരം പോലും ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ലാത്ത ഫൈസൽ എന്ന് പറയുന്നവനെ അങ്ങാടിയിലിട്ടല്ലേ പറ്റി കൊലപ്പെടുത്തിയത്. ഇത് തീവ്രവാദമാണ്, ഭീകരം. ഇതിന് മാന്യമായി മറുപടി പറഞ്ഞാൽ പോരെ? എന്തിനാണ് വ്രണപ്പെടുന്നത്? നമുക്ക് ആരോടും വിരോധമില്ല, ഉത്തരം പറഞ്ഞാൽ പോരെ? അപ്പൊ ജോസഫ് മാഷിന്റെ കൊലക്ക് വിലയുണ്ട്, ഫൈസൽ കൊടിഞ്ഞിയുടെ തലക്ക് വിലയില്ല. ജോസഫ് മാഷിന്റെ കൊലയെക്കുറിച്ച് സെമിനാറുണ്ട്,
റിയാസ് മൗലവിയുടെ തലയെ കുറിച്ച സെമിനാറല്ല. ഇത് ഒത്തുചേർത്ത് പറയും, ഇത് രണ്ടും ഭീകരവാദമാണെന്ന് പറയും. അതല്ലേ മാന്യത? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ തണലിലാണ് ഈ ഭീകരവാദം. ഒറ്റ ചോദ്യം, ഇടതുപക്ഷം തന്നെയല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അവരോട് വിരോധവും ഇതയത്വം ഇല്ല. പക്ഷെ ഒറ്റ ചോദ്യം, റിയാസ് മൗലവിയുടെ കാതകന്റെ ആ കാതകരിൽ DNA അടക്കമുള്ള തെളിവ്, അദ്ദേഹത്തിന്റെ മുണ്ടിൽ റിയാസ് മൗലവിയുടെ രക്തമുണ്ടായിട്ട് പോലും ജുഡീഷ്യറി മുമ്പാകെ അയാൾ കൊലയാളിയാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. ആ കോടതി വളപ്പിൽ നിന്നുകൊണ്ട് റിയാസ് മൗലവിയുടെ ഭാര്യ കരഞ്ഞതും സങ്കടപ്പെട്ടതും ഒക്കെ അറിയാലോ. മരിച്ചവരാരും തിരിച്ചു വരത്തില്ല, പക്ഷേ അവരാഗ്രഹിക്കുന്നത് ഈ തെറ്റ് ചെയ്ത ഘാതകന് ശിക്ഷ കിട്ടിയിരുന്നെങ്കിലെന്ന് അതെങ്കിലും ഒരു ആശ്വാസമാകുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ റിയാസ് മൗലവി എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹം അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. ഇതെല്ലാം ഈ നാട്ടിൽ നടന്നു. പക്ഷേ വേറെ ചില ആളുകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പം അങ്ങനെ ചർച്ച ചെയ്ത് അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യരെ കൊല്ലുന്നതും ആക്രമിക്കുന്നതും ബോംബ് വെക്കുന്നതൊക്കെ തീവ്രവാദമാണ്, ഭീകരവാദമാണ് എങ്കിൽ അതൊരു മതത്തിന്റെ മാത്രം അടയാളമല്ല. എണ്ണാനുണ്ട് 1000. സമ്മതിക്കാൻ സന്നദ്ധമാണെങ്കിൽ പറ.